ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. കൊതുകിനെ അടിക്കാൻ വേണ്ടിയിട്ട് വർഷമാവട്ടെ കോണിപ്പടി ഇറങ്ങി വരികയാണ്. വളരെയധികം ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത്. ചന്ദ്രമതിയും രവിയേട്ടനും സോഫയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി ആ രംഗം കണ്ട് ഞെട്ടാണ് കേട്ടോ. ഓടി വന്നിട്ട് ചന്ദ്രമതി പറയുന്നു, വർഷം നീ എന്താണ് ഈ കാണിക്കണത്? എന്താ നീ എന്തിനാണ് ഈ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? അപ്പോഴേക്കും ശ്രുതിയൊക്കെ വരുവാണ് കേട്ടോ. ശ്രുതി പറയാണ്, ഇത്രയും ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് എന്തിനാണ് വർഷ നീ ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയാണ്, ചേച്ചി എനിക്ക് ഇതാണ് കംഫർട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിർന്നെന്ന് പറയുമ്പോൾ ശ്രുതി പറയണത്, നിനക്ക് മാത്രം കംഫർട്ട് ആണെന്ന് തോന്നിയാൽ മതി, മറ്റുള്ളവർക്കും കൂടി തോന്നണ്ടേന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്ന രേവതിയുടെ കയ്യിലേക്ക് അലക്കാനായിട്ട് ചന്ദ്രമതി കുറച്ച് ഡ്രസ്സ് കൊടുക്കുകയാണ്. ആ സമയത്താണ് ശ്രുതി കുറച്ച് ഡ്രസ്സ് അലക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. മോളെ ശ്രുതി ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ആൻറ്റി അലക്കാനാണ്. അപ്പോൾ മോൾ അലക്കൊന്നും വേണ്ട, അതും കൂടി രേവതിയുടെ കയ്യിൽ കൊടുത്തോ, രേവതി അലക്കിക്കോളൂ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രുതി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് രേവതി തടസ്സപ്പെടുത്താണ്. ശ്രുതി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഹസ്ബൻഡിൻ്റെയും നിൻ്റെയും ഡ്രസ്സുകളൊന്നും എനിക്ക് തരരുത്, അത് ഞാൻ കഴുകില്ല എന്ന്. പിന്നെ നീ എന്തിനാണ് എൻ്റെ കയ്യിലേക്ക് തരുന്നതെന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാവട്ടെ കുറച്ച് പൈസ എടുത്തിട്ട് രേവതിയുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ രേവതി ചോദിക്കണം, എന്തിനാണ് എനിക്ക് കാശ് തരുന്നത്? ചേച്ചി ഇവിടെ എത്രയോ ജോലികളാണ് ചെയ്യുന്നത്, ഒരു വീട്ടുപണിക്ക് ഒരാളെ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കാട്ടിയും കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരില്ലേ? ചേച്ചി ഇത് മേടിക്കുക, എൻ്റെ ഒരു സന്തോഷത്തിനാണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് ആ പൈസ മേടിക്കണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ.